നമ്മള് പാസീവ് കമ്പോണൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ അതില് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ള പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞിരുന്നു. സോ റെസിസ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്തു. കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, കപ്പാസിറ്റേഴ്സിന്റെ കുറച്ച് പോർഷൻ കൂടി കവർ ചെയ്യാനുണ്ട്. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കപ്പാസിറ്റേഴ്സിന്റെ ബാലൻസ് പോർഷൻ ആണ്. ഓക്കെ, അപ്പോ കപ്പാസിറ്റേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞിരുന്നു, ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അതിനകത്ത് ഫിക്സഡിന്റെ ടൈപ്സും അതിന്റെ ക്ലാസിഫിക്കേഷനുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു കപ്പാസിറ്റർ കിട്ടിയാൽ അതിനകത്ത് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം, ഫിഗറിനകത്ത് നമുക്കൊരു കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. അതിനകത്ത് 472K എന്നുള്ളത് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതിനെ എങ്ങനെ വായിക്കും എന്നുള്ളതാണ്. നമ്മള് കപ്പാസിറ്ററിന്റെ വാല്യൂവില് ഫസ്റ്റ് രണ്ട് ഡിജിറ്റ് എന്താണ്, നമ്മൾ ആ വാല്യൂ ആയിട്ട് തന്നെയാണ് റീഡ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ 47 എന്നുള്ളത് ഫസ്റ്റ് രണ്ട് ഡിജിറ്റും 47 എന്നുള്ള വാല്യൂ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ദെൻ തേർഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറോസിനെയാണ് കാണിക്കുന്നത്. ഇവിടുത്തെ തേർഡ് ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പം 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറോസിനെയാണ് കാണിക്കുന്നത്. അപ്പോ 47 കഴിഞ്ഞിട്ട് രണ്ട് സീറോസ് ആണ് വാല്യൂല് നമ്മൾ കൊടുക്കുക. ഓക്കെ, ദെൻ ഫോർത്ത് വാല്യൂ എന്ന് പറയുന്നത് ടോളറൻസ് വാല്യൂ ആണ്. ഓക്കെ, കപ്പാസിറ്ററിന്റെ നമ്മൾ ടോളറൻസ് വാല്യൂ ആണ് ഫോർത്ത് ഡിജിറ്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു ആൽഫബറ്റ് ലെറ്റർ ആണ്. ഓക്കെ, അപ്പം ടോളറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, കപ്പാസിറ്ററിന്റെ ടോളറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽഫബറ്റിക്കൽ കോഡ് ആയിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോളറൻസ് വാല്യൂ ഉണ്ടാവും. ആ കോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടോളറൻസ് വാല്യൂ ഉണ്ടാവും. റൈറ്റ് മോഡ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ടേബിളില് കോഡും കറസ്പോണ്ടിങ് ടോളറൻസ് വാല്യൂ ആണ് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 472K എന്നുള്ളതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കപ്പാസിറ്റൻസ് വാല്യൂ നോക്കുമ്പോൾ 47 എന്നുള്ള വാല്യൂ ഉണ്ട്. 2 എന്ന് പറയുന്നത് രണ്ട് സീറോസിനെ ആണ് കാണിക്കുന്നത്. സോ ദെൻ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയുടെ കറസ്പോണ്ടിങ് ടോളറൻസ് വാല്യൂ എന്താണ്? ഫ്രം ടേബിൾ നമുക്ക് മനസ്സിലാവും, ±10% എന്നുള്ളതാണ് ടോളറൻസ് വാല്യൂ. ഓക്കെ, സോ ഇതിന്റെ ഈ പറയുന്ന കറസ്പോണ്ടിങ് കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4700 പൈക്കോഫാരഡ് ±10% എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എങ്ങനെ പൈക്കോഫാരഡ് എന്നുള്ള യൂണിറ്റ് കിട്ടി? നോർമലി നമ്മൾ ഡിസ്ക് കപ്പാസിറ്റേഴ്സിനാണെങ്കിലും എന്താണ് പൈക്കോഫാരഡിലാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് പറയുന്നത്. കപ്പാസിറ്റൻസിന്റെ വാല്യൂന്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് പൈക്കോഫാരഡ്സിലാണ് നോർമലി പറയുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഇംപ്രസീവ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നിവയടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 1999 രൂപയ്ക്ക്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, യൂണിറ്റ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് പൈക്കോഫാരഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഓൾറെഡി റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് റെസിസ്റ്ററിന്റെ വാല്യൂ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നോക്കിയിരുന്നു. സോ ഇപ്പോ നമ്മൾ പറയുന്നത് കപ്പാസിറ്ററിന്റെ വാല്യൂ എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എന്താണ്, ഇത് ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. സോ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സോ അടുത്ത എക്സാമ്പിളിനകത്ത് തന്നിരിക്കുന്ന ഫിഗറിൽ 331J എന്നുള്ളതാണ് കപ്പാസിറ്ററിന്റെ വാല്യൂ നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതെങ്ങനെ റീഡ് ചെയ്യും? 33. അപ്പം ഞാൻ പറഞ്ഞു 4 ഡിജിറ്റ്സ് ആണ് മെയിൻലി വരുന്നത്. ആദ്യത്തെ രണ്ട് ഡിജിറ്റും വാല്യൂ തന്നെയാണ് കാണിക്കുന്നത്. സോ 33 എന്നുള്ളത് നമ്മൾ വാല്യൂ ആയിട്ട് തന്നെ എടുക്കും. ദെൻ തേർഡ് ഡിജിറ്റ് കാണിക്കുന്നത് നമ്പർ ഓഫ് സീറോ. ഇവിടെ തേർഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ 10 ആണ് 33 എന്നുള്ള ഡിജിറ്റ് കഴിഞ്ഞ് വരുന്നത്. ഓക്കെ, ദെൻ യൂണിറ്റ് ഓൾവേസ് പൈക്കോഫാരഡ് ആണ്. J എന്നുള്ളത് ഫോർത്ത് ഡിജിറ്റ് കാണിക്കുന്നത് ടോളറൻസ് വാല്യൂ ആണ് കപ്പാസിറ്ററിന്റെ. സോ ജെയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടോളറൻസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ±5% ആണ്. സോ 330 പൈക്കോഫാരഡ് ±5% എന്നുള്ളതാണ് കപ്പാസിറ്ററിന്റെ വാല്യൂ വരുന്നത്.
ഓക്കെ 330 പൈക്കോഫാരഡ് പ്ലസ് ഓർ മൈനസ് 5%. ഓക്കെ ദെൻ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഫിഗറിനകത്ത് 103K എന്നുള്ളതാണ് വാല്യൂ ആയിട്ട് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതെങ്ങനെ റീഡ് ചെയ്യും? ആദ്യത്തെ 2 ഡിജിറ്റ് എന്താണ്? ഡിജിറ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. 10 എന്നുള്ളത് എടുത്തു. ദെൻ തേർഡ് ഡിജിറ്റ് കാണിക്കുന്നത് 3 ആണ്. അപ്പം നമ്പർ ഓഫ് സീറോസ് വരുന്നത് 3 ആണ്. സോ 10 ഓൾറെഡി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് 3 സീറോസും കൂടി വരും. ഓക്കെ ദെൻ കെ എന്നുള്ള ലെറ്റർ ആണ് തന്നിരിക്കുന്നത്. ടോളറൻസ് വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് 10% എന്നുള്ളത് കിട്ടും. ഓക്കെ അപ്പൊ എന്താണ് 10,000 പൈക്കോഫാരഡ് പ്ലസ് ഓർ മൈനസ് 10% എന്നുള്ളതാണ് എന്ത് വരുന്നത്? ഇതിന്റെ വാല്യൂ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ സോ ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ തന്നിരുന്നാൽ അത് റീഡ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ടോളറൻസ് വാല്യൂ എന്താന്നുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കണം. ഓക്കെ ഓക്കെ ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഓൾറെഡി നമ്മൾ ഫിക്സഡ് കപ്പാസിറ്ററിന്റെ ക്ലാസിഫിക്കേഷനിൽ ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് എന്താണെന്നുള്ളതും കണ്ടു. സോ ഇനി നമ്മൾ കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് അറിയേണ്ടത് വേരിയബിൾ കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ സോ എന്താണ് വേരിയബിൾ കപ്പാസിറ്റർ? ഓക്കെ അപ്പം വേരിയബിൾ കപ്പാസിറ്ററിനെ തന്നെയാണ് നമ്മൾ ട്യൂണിംഗ് കപ്പാസിറ്റർ എന്നും പറയുന്നത്. ഓക്കെ എ വേരിയബിൾ കപ്പാസിറ്റർ ഓൾസോ നോൺ ആസ് എ ട്യൂണിംഗ് കപ്പാസിറ്റർ. അപ്പൊ വേരിയബിൾ കപ്പാസിറ്ററിന്റെ മറ്റൊരു പേരാണ് എന്ത്? ട്യൂണിംഗ് കപ്പാസിറ്റർ എന്നുള്ളത്. ഓക്കെ ഏതൊരു കമ്പോണന്റ് ആണെങ്കിലും അതിന് ഡിഫറെന്റ് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഏത് വേർഡ് വേണമെങ്കിലും യൂസ് ചെയ്ത് കമ്പോണന്റിനെ സ്പെസിഫൈ ചെയ്യാം. സോ നമുക്ക് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലാസ് ഏത് ഡിഫറെന്റ് ടൈംസും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ സോ വേരിയബിൾ കപ്പാസിറ്ററിന്റെ മറ്റൊരു പേരാണ് എന്ത്? ട്യൂണിംഗ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ അപ്പം എന്താണ് ഒരു വേരിയബിൾ കപ്പാസിറ്റർ? അതൊരു ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ്. ആൻ ഇലക്ട്രോണിക് കമ്പോണന്റ് ദാറ്റ് ക്യാൻ അഡ്ജസ്റ്റ് ദ കപ്പാസിറ്റൻസ് വാല്യൂ ഇൻ എ സർക്യൂട്ട്. ഓക്കെ ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ്. ഓക്കെ അതിന് എന്ത് കഴിയും? ഒരു സർക്യൂട്ടിനകത്ത് കപ്പാസിറ്റൻസിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പം ഫിക്സഡ് കപ്പാസിറ്ററും വേരിയബിൾ കപ്പാസിറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫിക്സഡ് കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ നമ്മൾ എന്താണ് കപ്പാസിറ്ററിന്റെ വാല്യൂ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. സോ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേരിയബിൾ കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്യൂട്ട്സിനകത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കപ്പാസിറ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ അതാണ് വേരിയബിൾ കപ്പാസിറ്ററിന്റെ പ്രത്യേകത. നയം അതുകൊണ്ട് തന്നെയാണ് വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ കപ്പാസിറ്റൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് കപ്പാസിറ്റർ ടു സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജ് ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ഫാരഡ്സ്. ഓക്കെ അപ്പം എന്താണ് ഓൾ പറഞ്ഞു? വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ അപ്പൊ എന്താണ് കപ്പാസിറ്റൻസ്? ഒരു കപ്പാസിറ്ററിന്റെ ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പം ഈ കപ്പാസിറ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫാരഡ്സിലാണ്. അതായത് കപ്പാസിറ്റൻസ് എന്നുള്ള ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ ഫാരഡ് ആണ്. ഓക്കെ നമ്മൾ കപ്പാസിറ്റൻസ് മാത്തമാറ്റിക്കലി നമുക്ക് ഇക്വേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഫാരഡ് എന്നുള്ള യൂണിറ്റിലാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ സോ വേരിയബിൾ കപ്പാസിറ്ററിന് ഓൾറെഡി പറഞ്ഞു നോർമലി ഒരു കപ്പാസിറ്ററിന് 2 പാരലൽ കണ്ടക്ടീവ് പ്ലേറ്റ്സ് ഉണ്ടാവും. ഓക്കെ കണ്ടക്ടീവ് പ്ലേറ്റ്സ് 2 ഉണ്ടാവും. അതിന്റെ നടുക്ക് ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയലും കാണും. ഈ 2 കണ്ടക്ടീവ് പ്ലേറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ എന്നുള്ളത് പറഞ്ഞിരുന്നു. സോ ഇതിനകത്ത് വേരിയബിൾ കപ്പാസിറ്റർ ഒരു കപ്പാസിറ്റർ ആണ്. സോ അതിന്റെ ബേസിക് സ്ട്രക്ചർ ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും ഫിക്സഡിൽ നിന്നും വേരിയബിളിലുള്ള സ്ട്രക്ചറിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ അപ്പം വേരിയബിൾ കപ്പാസിറ്ററിനും സെയിം ആണ്. 2 പാരലൽ കണ്ടക്ടീവ് പ്ലേറ്റ്സ് ഉണ്ടാവും. അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയലും ഉണ്ടാവും. ഓക്കെ പക്ഷെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കണ്ടക്ടീവ് പ്ലേറ്റ് ഫിക്സഡും മറ്റേ കണ്ടക്ടീവ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിളും ആയിരിക്കും. ഓക്കെ അതാണ് വേരിയബിൾ കപ്പാസിറ്ററിന്റെ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർഡ് ടു ഫിക്സഡ് കപ്പാസിറ്റർ. ഓക്കെ ഫിക്സഡിനകത്ത് 2 കണ്ടക്ടീവ് പ്ലേറ്റ് ഫിക്സ് ചെയ്താണ് നമ്മൾ വെച്ചേക്കുന്നത്. വേരിയബിൾ ആകുമ്പോഴത്തേക്കും ഒരു പ്ലേറ്റ് ഫിക്സഡും മറ്റത് അഡ്ജസ്റ്റബിളും ആണ്. ഓക്കെ
ഓക്കെ, അപ്പം ഈ പറയുന്ന പോലെ ഈ രണ്ട് പ്ലേറ്റ്സിന്റെയും ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. വേരിയബിൾ കപ്പാസിറ്റർ എന്താണ്? കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യാം. നമുക്ക് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെ നമുക്ക് കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും? നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലേറ്റ്സിന്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കപ്പാസിറ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ വേരിയബിൾ കപ്പാസിറ്റേഴ്സ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട്സിലാണ്. ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട്സിൽ ട്യൂൺ ചെയ്യാൻ വേണ്ടി, ഫ്രീക്വൻസി ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വേരിയബിൾ കപ്പാസിറ്റർ ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ എവിടെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. മെയിൻ ആയിട്ടും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട്സിൽ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ എന്താണ് വേരിയബിൾ കപ്പാസിറ്റൻസ് വേണ്ട ആപ്ലിക്കേഷനിലെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വേരിയബിൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ പറയുന്ന പോലെ വേരിയബിൾ കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പൈക്കോ ഫാരഡ് ടു 500 പൈക്കോ ഫാരഡ്സ് വരെയാണ്. ഓക്കെ, അപ്പൊ 10 പൈക്കോ ഫാരഡിനും 500 പൈക്കോ ഫാരഡ്സിനും ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ കപ്പാസിറ്റൻസിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ എങ്ങനെയാണ് കപ്പാസിറ്ററിന്റെ സിംബൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ രണ്ട് പാരലൽ ലൈൻ അതിനെ ക്രോസ് ചെയ്തത് കൊണ്ട് ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫിക്സഡിന്റെ കണ്ടപ്പോ എന്തായിരുന്നു? ഈ പറയുന്ന ആരോ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം ക്രോസ് ചെയ്ത ഒരു ആരോയും കൂടി കാണിക്കുന്നതാണ് വേരിയബിൾ കപ്പാസിറ്ററിന്റെ സിംബൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ അടുത്ത് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഫിഗർ കാണിക്കുന്നത് എന്താണ്? ഗ്യാങ് കപ്പാസിറ്ററിന്റെ, വേരിയബിൾ ഗ്യാങ്ഡ് കപ്പാസിറ്ററിന്റെ സിംബൽ ആണ്. ഓക്കെ, സോ എന്താണ്? ഒരു വേരിയബിൾ കപ്പാസിറ്ററിന്റെ കൂടെ കണക്ട് ചെയ്ത് വേറൊരു വേരിയബിൾ കപ്പാസിറ്റർ കൂടി വെക്കുവാണെങ്കിൽ എന്താണ്? വേരിയബിൾ ഗ്യാങ്ഡ് കപ്പാസിറ്റർ ആണ്. അങ്ങനെ എത്ര വേരിയബിൾ കപ്പാസിറ്റർ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫിഗറിനകത്ത് രണ്ടെണ്ണം കണക്ട് ചെയ്തതിന്റെ സിംബൽ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും നമുക്ക് ഇനിയും മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? വേരിയബിൾ കപ്പാസിറ്റർ ഇതേപോലെ കണക്ട് ചെയ്ത് നമുക്ക് സർക്യൂട്ടിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ഇനി നമ്മൾ അറിയേണ്ടത്? ഞാൻ പറഞ്ഞു നമ്മൾ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കപ്പാസിറ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സോ എന്താണ് ഡിസ്റ്റൻസും ഈ പറയുന്ന കപ്പാസിറ്റൻസ് വാല്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതായത് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ്? പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോ ഫിഗർ കാണിക്കുന്നത് വേരിയബിൾ കപ്പാസിറ്ററിന്റെ കൺസ്ട്രക്ഷന്റെ ഒരു ഫിഗർ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ എന്തൊക്കെയുണ്ട്? ഫിക്സഡ് പ്ലേറ്റ്സ് ഉണ്ട്, മൂവിംഗ് പ്ലേറ്റ്സും ഉണ്ട്. ഓക്കെ, ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിക്സഡ് പ്ലേറ്റ് ഫിക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് മൂവിംഗ് പ്ലേറ്റ്സ് ഉണ്ട്. ഈ മൂവിംഗ് പ്ലേറ്റ്സ് എന്ത് ചെയ്യുന്നതനുസരിച്ച്, ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പോലെ കപ്പാസിറ്റൻസ് വാല്യൂ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ടൈപ്സ് ഓഫ് വേരിയബിൾ കപ്പാസിറ്റർ. വേരിയബിൾ കപ്പാസിറ്റർ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് വേരിയബിൾ കപ്പാസിറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, മെയിൻ ആയിട്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത് വേരിയബിൾ കപ്പാസിറ്ററിന്: ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ട്രിമ്മർ കപ്പാസിറ്റേഴ്സ്. സോ എന്താണ് ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സ്, എന്താണ് ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, അപ്പം ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ കപ്പാസിറ്ററിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റർ ആണ്. ഓക്കെ, പോപ്പുലർ ആയിട്ടുള്ള വേരിയബിൾ കപ്പാസിറ്റർ ആണ് ട്യൂണിംഗ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സിന് എന്തൊക്കെയുണ്ട്? ഒരു സ്റ്റാർട്ടർ ഉണ്ട്, ഒരു റോട്ടർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സ്റ്റാർട്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ഉണ്ട്, അതുപോലെ മൈക്ക കപ്പാസിറ്റേഴ്സും ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ട്യൂണിംഗ് കപ്പാസിറ്ററിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അത് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും?
കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് വെച്ചേക്കുന്ന പാർട്ടാണ് സ്റ്റാർട്ടർ. ഓക്കെ, റോട്ടറോ? റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മൂവിങ് പാർട്ടാണ് റോട്ടർ എന്ന് പറഞ്ഞാൽ. സോ ഈ റോട്ടറിനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, രണ്ട് പ്ലേറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുകയും അക്കോർഡിംഗ്ലി കപ്പാസിറ്ററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഈ പറയുന്ന ട്യൂണിംഗ് കപ്പാസിറ്ററിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞതുപോലെ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി പാർട്ടാണ്. റോട്ടർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു മൂവബിൾ ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മൂവബിൾ ഷാഫ്റ്റ് വെച്ചിട്ടാണ് റോട്ടർ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ് റോട്ടർ കംപ്ലീറ്റ്ലി എന്താണ് ഈ പറയുന്ന പോലെ when the rotor plate sit completely in the slot of the starter, then the capacitance value is maximum. Okay, അപ്പം സ്റ്റാർട്ടറിന്റെ സ്ലോട്ടിലാണ് റോട്ടറും പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റാർട്ടറും റോട്ടറും കംപ്ലീറ്റ്ലി എന്താണ് സെയിം പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒരു സെക്കൻഡ്. ഓക്കെ, കേൾക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഈ റോട്ടറിന്റെയും സ്റ്റാർട്ടറിന്റെയും സ്ലോട്ട് തമ്മിൽ എന്താണ് സെയിം പൊസിഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്താണ്? മാക്സിമം ആണ്. ഓക്കെ, സോ എന്താണ് ഈ സ്റ്റാർട്ടറും റോട്ടറും സെയിം പൊസിഷനിലാണ് വരുന്നതെങ്കിൽ നമുക്ക് മാക്സിമം കപ്പാസിറ്റൻസ് വാല്യൂ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്താവും? ചേഞ്ച് ചെയ്ത് മിനിമം ആയിക്കൊണ്ടിരിക്കും. ഇതിന്റെ സ്റ്റാർട്ടറും റോട്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്താണ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ മിനിമം ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു, വേരിയബിൾ കപ്പാസിറ്റർ സിംഗിൾ ആയിട്ടാണെങ്കിൽ നമുക്കതിനെ എന്താണ് കണക്ട് ചെയ്ത് സിംഗിൾ വേരിയബിൾ കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്ത് നമുക്ക് ഗാങ്ഡ് വേരിയബിൾ കപ്പാസിറ്റർ മേക്ക് ചെയ്യാൻ പറ്റും. സോ അതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ. ട്യൂണിംഗ് കപ്പാസിറ്റർ കണക്ട് ചെയ്ത് എങ്ങനെയാണ് ഗാങ്ഡ് കപ്പാസിറ്റർ മേക്ക് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഇതിനകത്ത് കണ്ടോ, നേരത്തെ നമ്മൾ കണ്ട ഫിഗറിനകത്ത് സിംഗിൾ പീസ് ആയിരുന്നു സ്റ്റാർട്ടറും റോട്ടറും വരുന്നത്. അതിന്റെ തന്നെ മൾട്ടിപ്പിൾ പീസ് വരുന്നതാണ് എന്ത്? ഗാങ്ഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ കപ്പാസിറ്ററിന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് ഫ്യൂ പൈക്കോഫാരഡ് ടു ഫ്യൂ ടെൻസ് ഓഫ് പൈക്കോഫാരഡ് വരെ ആയിരിക്കും. ഓക്കെ, അതാണ് എന്ത്? ട്യൂണിംഗ് കപ്പാസിറ്ററിന്റെ വാല്യൂസ് വരുന്നത് ഫ്യൂ പൈക്കോഫാരഡ് ടു ഫ്യൂ ടെൻസ് ഓഫ് പൈക്കോഫാരഡ്. ഓക്കെ, മെയിൻ ആയിട്ടും ട്യൂണിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് LC സർക്യൂട്ട്സിലാണ്. അതുപോലെ എന്താണ് റേഡിയോ റിസീവേഴ്സിൽ യൂസ് ചെയ്തേക്കുന്ന LC സർക്യൂട്ട്സിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ട്യൂൺഡ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സിനെ തന്നെയാണ് ട്യൂണിംഗ് കണ്ടൻസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ട്യൂണിംഗ് കപ്പാസിറ്റേഴ്സിന്റെ മറ്റൊരു പേരാണ് എന്ത്? ട്യൂണിംഗ് കണ്ടൻസേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ വാല്യൂന്റെ റേഞ്ച്, അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് നൈംസ്, ഇത് ഇത്രയും എന്താ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് നമ്മുടെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യും. ഓക്കെ, ട്രിമ്മർ കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്ക്രൂ ഡ്രൈവർ വേണം. ഓക്കെ, അപ്പം ഈ പറയുന്ന പോലെ കപ്പാസിറ്റൻസ് നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യണ്ട. ഒരു തവണ ഒരു പർട്ടിക്കുലർ നമ്മൾ എന്തായാലും സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള കമ്പോണൻസിന്റെ വാല്യൂ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടും ആണല്ലോ. സോ ഒരു തവണ നമുക്ക് വാല്യൂ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ മാറ്റമൊന്നും വരുത്തണ്ട എന്നുള്ള
രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് വാല്യൂ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ പറയുന്ന ട്രിമ്മർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മൾ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഒരു ട്രിമ്മർ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം 3 ലീഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഒരു ലീഡ് എന്ന് പറയുന്നത് സ്റ്റേഷനറി പ്ലേറ്റ് കണക്ട് ചെയ്യാനും അടുത്തത് റോട്ടറി പാർട്ടിൽ കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ മൂന്നാമത്തത് കോമൺ ആണ്. ഓക്കെ, സോ ഈ പറയുന്ന പോലെ എന്താണ് ഇതിന്റെ മൂവബിൾ ഡിസ്ക് എന്ന് പറയുന്നത് സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഒരു ട്രിമ്മർ സർക്യൂട്ടിന്റെ ട്രിമ്മർ കപ്പാസിറ്ററിന്റെ മൂവബിൾ ഡിസ്ക് എന്ന് പറയുന്നത് സെമി സർക്കുലർ ഷേപ്പിലായിരിക്കും. ഓക്കെ, അപ്പം ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നതാണ് ട്രിമ്മർ സർക്യൂട്ട് കപ്പാസിറ്ററിന്റെ എന്ത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും 3 ലീഡ്സ് ഉണ്ടാവും. അതിൽ ഒരു ലീഡ് സ്റ്റാർട്ടറിലും ഒരു ലീഡ് എന്ന് പറയുന്നത് റോട്ടറിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അടുത്ത 3rd ലീഡ് എന്ന് പറയുന്നത് കോമൺ ആണ്. ഓക്കെ, ഓക്കെ, ഇതേപോലെ ഈ പറയുന്ന പോലെ ട്രിമ്മർ കപ്പാസിറ്ററിന്റെയും സ്ട്രക്ചർ 2 പാരലൽ പ്ലേറ്റും അതിന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈഇലക്ട്രിക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് കപ്പാസിറ്ററിന്റെ കോമൺ സ്ട്രക്ചർ തന്നെയാണ് ഏതിലും വരുന്നത്, ട്രിമ്മർ കപ്പാസിറ്ററിലും വരുന്നത്. ഓക്കെ, ഇനി ഡൈഇലക്ട്രിക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ട്രിമ്മർ കപ്പാസിറ്ററിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്, സെറാമിക് ട്രിമ്മർ കപ്പാസിറ്ററും അതുപോലെ തന്നെ ഡൈഇലക്ട്രിക് എയർ ട്രിമ്മർ കപ്പാസിറ്ററും ആണ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ട്രിമ്മർ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക്കിനെ ബേസ് ചെയ്തിട്ട് എന്താണ് എയർ ട്രിമ്മർ കപ്പാസിറ്റേഴ്സും ഉണ്ട്, സെറാമിക് ട്രിമ്മർ കപ്പാസിറ്റേഴ്സും ഉണ്ട്. ഓക്കെ, എയർ ട്രിമ്മർ കപ്പാസിറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എയർ ആയിരിക്കും. സെറാമിക് ട്രിമ്മർ കപ്പാസിറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്തായിരിക്കും, സെറാമിക് ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള എന്ത് വേരിയബിൾ കപ്പാസിറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ട്യൂണിംഗ് കപ്പാസിറ്ററും ട്രിമ്മർ കപ്പാസിറ്ററും എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്ററിനെ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ എയർ വേരിയബിൾ കപ്പാസിറ്റർ. ഓക്കെ, എയർ വേരിയബിൾ കപ്പാസിറ്ററിന് എന്താണ്, 2 പ്ലേറ്റ്സ് ഉള്ളതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്തായിരിക്കും, എയർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ പ്ലേറ്റ്സിന്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂവബിൾ റോട്ടർ ഉണ്ടായിരിക്കും. ഇത് എയർ വേരിയബിൾ കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട്സിലായിരിക്കും. ഓക്കെ, അതേപോലെ എയർ വേരിയബിൾ കപ്പാസിറ്റർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഹൈ പ്രിസിഷനും ആൻഡ് സ്റ്റെബിലിറ്റി ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം, അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലാണ് നമ്മൾ എയർ വേരിയബിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എയർ വേരിയബിൾ കപ്പാസിറ്ററിന്റെ ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എയർ ആയിരിക്കും. ഇതിന്റെ പ്ലേറ്റ്സിന്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവബിൾ റോട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട്സിലാണ് നമ്മൾ എയർ വേരിയബിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രിസിഷൻ ആൻഡ് ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും എയർ വേരിയബിൾ കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സെറാമിക് ട്രിമ്മർ കപ്പാസിറ്റർ. സെറാമിക് ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് എന്തായിരിക്കും, ഇതേപോലെ ഹൈ സ്റ്റെബിലിറ്റി പ്രിസിഷൻ ആവശ്യമുള്ളിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറാമിക് ട്രിമ്മർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡൈഇലക്ട്രിക് എന്തുകൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്, സെറാമിക് മെറ്റീരിയൽ കൊണ്ടാണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സെറാമിക് റോട്ടർ ആണ് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, പ്ലേറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സെറാമിക് റോട്ടർ ആയിരിക്കും. ഇതാണ് സെറാമിക് ട്രിമ്മർ കപ്പാസിറ്ററിന്റെ ഈ പറയുന്ന പോലെ സ്പെഷ്യാലിറ്റി. ഹൈ സ്റ്റെബിലിറ്റി, ഹൈ പ്രിസിഷൻ ആണ്. അതേപോലെ എന്താണ് ഡൈഇലക്ട്രിക് യൂസ് ചെയ്യുന്നത് സെറാമിക് മെറ്റീരിയൽ ആയിരിക്കും. അതേപോലെ എന്താണ് റോട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെറാമിക് റോട്ടർ ആണ്. ഓക്കെ, then third one electrolytic capacitor. Electrolytic capacitor consists of 2 plates separated by an electrolyte. So എന്താണ് ഡൈഇലക്ട്രിക് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. ഈ പറയുന്ന പോലെ മൂവബിൾ റോട്ടർ വെച്ചിട്ടാണ് പ്ലേറ്റ്സിന്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മളിത് കോമൺലി ഇലക്ട്രോലിറ്റിക് വേരിയബിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ഓഡിയോ സർക്യൂട്ട്സിലാണ്. ഓക്കെ, സോ അതേപോലെ ഹൈ കപ്പാസിറ്റൻസ് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററിന് എന്തുണ്ട്, എബിലിറ്റി ഉണ്ട്.
ഓക്കെ, സോ വേരിയബിൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന് ഹൈ കപ്പാസിറ്റൻസ് വാല്യൂ പ്രൊവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതുപോലെ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓഡിയോ സർക്യൂട്ട്സിലാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നമ്മൾ ഫിക്സഡിനകത്തും പഠിച്ചിരുന്നു. സോ ഫിക്സഡും വേരിയബിളും തമ്മിൽ എന്ത് ചെയ്തു പോകരുത്, കൺഫ്യൂഷൻ ആയി പോകരുത്. സോ കൃത്യമായിട്ട് എന്താണ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. ഓക്കെ, സോ അടുത്തത് വേരിയബിൾ ട്യൂണിംഗ് കപ്പാസിറ്റർ. വേരിയബിൾ ട്യൂണിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എയർ വേരിയബിൾ കപ്പാസിറ്റർ ആണ്. ഓക്കെ, അപ്പൊ എയർ വേരിയബിൾ കപ്പാസിറ്റർ ആവുമ്പോൾ അതിന്റെ ഡൈഇലക്ട്രിക് എന്താണ്? എയർ തന്നെ ആയിരിക്കും. സോ വേരിയബിൾ ട്യൂണിംഗ് കപ്പാസിറ്ററിന്റെ ഡൈഇലക്ട്രിക് എയർ ആയിരിക്കും. റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ കപ്പാസിറ്റൻസ് റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്യൂണിംഗ് മെക്കാനിസം ഭയങ്കര പ്രിസൈസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് മൾട്ടി ടേൺ കപ്പാസിറ്റർ. മൾട്ടി ടേൺ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആണ്. എന്തുണ്ട്? മൾട്ടിപ്പിൾ ടേൺസ് ഓഫ് ദ റോട്ടർ. റോട്ടറിന് മൾട്ടിപ്പിൾ ടേൺസ് ഉണ്ട്. അതാണ് മൾട്ടി ടേൺ കപ്പാസിറ്ററിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ മൾട്ടിപ്പിൾ ടേൺ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? ദിസ് അലോസ് ഫോർ ഫൈനർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ കപ്പാസിറ്റൻസ് വാല്യൂ. കപ്പാസിറ്റൻസ് വാല്യൂ ഫൈനർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ മൾട്ടി ടേൺ കപ്പാസിറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ്? ഹൈ പ്രിസിഷൻ ആപ്ലിക്കേഷന് മൾട്ടി ടേൺ കപ്പാസിറ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ 6th വൺ വാക്വം വേരിയബിൾ കപ്പാസിറ്റർ. ഓക്കെ, വാക്വം വേരിയബിൾ കപ്പാസിറ്ററിനകത്ത് എന്താണ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്? വാക്വം ആണ്. ഓക്കെ, അപ്പം വാക്വം വേരിയബിൾ കപ്പാസിറ്ററിന്റെ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വാക്വം ആണ്. നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഹൈ പവർ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഹൈ പവർ ആപ്ലിക്കേഷന് യൂസ് ചെയ്യും. അതുപോലെ ഹൈ വോൾട്ടേജ് ആൻഡ് കറന്റ് ഹാൻഡ്ലിംഗ് കാപ്പബിലിറ്റീസും വാക്വം വേരിയബിൾ കപ്പാസിറ്ററിന്റെ സ്പെഷ്യാലിറ്റി ആണ്. ഓക്കെ, അപ്പം ഡൈഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാക്വം ആണ്. അതേപോലെ ഹൈ പവർ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ വാക്വം വേരിയബിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്തിനൊക്കെ നമുക്ക് ഇതിന്റെ എബിലിറ്റി എന്താണ്? ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറന്റ് ഹാൻഡ്ലിംഗ് കാപ്പബിലിറ്റി എന്നുള്ളതാണ് വാക്വം വേരിയബിൾ കപ്പാസിറ്ററിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് എന്ത് ഡൈഇലക്ട്രിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? വേരിയബിൾ കപ്പാസിറ്റേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അഡ്ജസ്റ്റബിൾ കപ്പാസിറ്റൻസ്. അതാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ്? വേരിയബിൾ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് കീ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പ്ലേറ്റിന്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കപ്പാസിറ്റൻസിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത വരുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നു ഈ പറയുന്ന പോലെ എന്താണ് 10 പൈക്കോഫാരഡ് ടു 500 പൈക്കോഫാരഡ് വരെ എന്താണ് വേരിയബിൾ കപ്പാസിറ്ററിന്റെ വാല്യൂവിന്റെ റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ദെൻ കോമ്പാക്ട് സൈസ്. അപ്പം വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ഈ പറയുന്ന പോലെ സ്മോൾ ഇൻ സൈസ് ആണ്. സോ സൈസ് സ്മോൾ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, സോ കോമ്പാക്ട് സൈസ്, സ്മോൾ ഇൻ സൈസ് എന്നുള്ളതാണ് അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് പ്രിസൈസ് ട്യൂണിംഗ്. മെയിൻ ആയിട്ടും റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട്സിലാണ് നമ്മൾ വേരിയബിൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ പ്രിസൈസ് ആയിട്ട് ഫ്രീക്വൻസി ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന വേരിയബിൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് ഫീച്ചർ ആണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ലോങ് ആയിരിക്കും. ഓക്കെ, സോ എന്താണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്? എന്താണ് അടുത്ത ഫീച്ചർ ആണ് ഈ പറയുന്ന പോലെ വേരിയബിൾ കപ്പാസിറ്ററിന് ലോങ് ലൈഫ് സ്പാൻ എന്നുള്ളത് അതിന്റെ അടുത്ത ഫീച്ചർ ആണ്. ഓക്കെ, സോ അടുത്തത് ലോ ലീക്കേജ് കറണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന പോലെ ലീക്കേജ് കറണ്ട്, ഈ പറയുന്ന വേരിയബിൾ കപ്പാസിറ്ററിന്റെ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് വളരെ ലോ ആയതുകൊണ്ട് തന്നെ എന്താണ് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തിനെ? വേരിയബിൾ കപ്പാസിറ്റേഴ്സിനെ. ഓക്കെ, സോ ഇത്രയുമാണ് എന്ത് വേരിയബിൾ കപ്പാസിറ്റേഴ്സിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. അഡ്ജസ്റ്റബിൾ കപ്പാസിറ്റൻസ് ആണ്. റേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 10 പൈക്കോഫാരഡ് ടു 500 പൈക്കോഫാരഡ് ആണ്. ഇവിടെ ഈ പോയിന്റിൽ വാല്യൂ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രീവിയസ് സ്ലൈഡ്സിൽ വാല്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ സ്മോൾ ഇൻ സൈസ് ആണ്. പ്രിസൈസ് ട്യൂണിംഗ് പോസിബിൾ ആണ്.
ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ലോങ് ആണ്. അതുപോലെ ലോ ലീക്കേജ് കറണ്ട് ആയതുകൊണ്ട് തന്നെ എന്താണ് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് സ്യൂട്ടബിൾ ആണെന്നുള്ളതാണ് വേരിയബിൾ കപ്പാസിറ്ററിന്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. ഓക്കെ, ദെൻ വേരിയബിൾ കപ്പാസിറ്ററിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ഒരെണ്ണം പറഞ്ഞിരുന്നു ഓൾറെഡി, റേഡിയോ ട്യൂണിംഗ് സർക്യൂട്ട്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. സോ അതേപോലെ തന്നെ വേറെ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്? ഓസിലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫിൽറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റേഴ്സ് VCO, അതാണ് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. VCOയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓഡിയോ ട്യൂണിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആന്റിന ട്യൂണിങ്ങിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വേരിയബിൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള വേരിയബിൾ കപ്പാസിറ്ററിന്റെ ആപ്ലിക്കേഷൻ. സോ ഇത്രയും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, റേഡിയോ ട്യൂണിംഗ് സർക്യൂട്ട്സ് ഓസിലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫിൽറ്റേഴ്സ് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റേഴ്സിൽ ഓഡിയോ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് റെഗുലേറ്റേഴ്സിൽ ആന്റിന ട്യൂണിങ്ങിൽ നമ്മൾ വേരിയബിൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ കപ്പാസിറ്ററിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ കംപ്ലീറ്റ്ലി നമ്മൾ കപ്പാസിറ്ററിന്റെ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താണ് ഒന്ന് റിവിഷൻ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് കപ്പാസിറ്റർ ഒബേ ഡാഷ് ലോ. ഓക്കെ, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കൂളംസ് ലോ, ഓംസ് ലോ, ക്രിച്ചോഫ്സ് ലോ ആൻഡ് ഓൾ ഓഫ് ദി എബോ. ഇതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ, സോ ഇതിനകത്ത് കപ്പാസിറ്റർ ഒബേ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ക്രിച്ചോഫ് ലോ ആണ്. ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്, പക്ഷെ ഡയറക്ട്ലി ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, ഡയറക്ട്ലി ഒബേ ചെയ്യുന്നത് ക്രിച്ചോഫ് ലോ ആയതുകൊണ്ടാണ് കപ്പാസിറ്റർ ഒബേ ചെയ്യുന്ന ലോ ക്രിച്ചോഫ് ലോ ആണെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ദ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ഏതൊക്കെയാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എയർ ഓർ വാക്കം, ദെൻ റബ്ബർ ഓർ ഓയിൽ പേപ്പർ. ഓക്കെ, റബ്ബർ, ഓയിൽ, പേപ്പർ, ഈ മൂന്ന് കമ്പോണൻസ് തന്നിട്ടുണ്ട്. ദെൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത് മൈക്ക, ഗ്ലാസ്, സെറാമിക്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ദി എബോ. സോ നമ്മൾ ഈ പറയുന്ന എല്ലാ മെറ്റീരിയൽസും ഡൈഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എയർ യൂസ് ചെയ്യാറുണ്ട്, വോക്കം യൂസ് ചെയ്യാറുണ്ട്, റബ്ബർ യൂസ് ചെയ്യാറുണ്ട്, ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, പേപ്പർ യൂസ് ചെയ്യാറുണ്ട്, മൈക്ക, ഗ്ലാസ് ആൻഡ് സെറാമിക്. ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഓൾ ഓഫ് ദി എബോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് വാട്ട്സ്, ഹെൻറി, ഫാരഡ്സ് ആൻഡ് കൂളംസ്. സോ ഇതിനകത്ത് ഏതാണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്? കൂളംസ് ആണ്. ഓക്കെ, സോ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ്സ്, ഇൻഡക്ടറിന്റെ യൂണിറ്റ്സ് ആണ് എന്ത്? ഈ പറയുന്ന പോലെ ഹെൻറി. അതുപോലെ വാട്ട്സ് എന്തിന്റെ യൂണിറ്റ് ആണ്? പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കൂളംസ് എന്നുള്ളതാണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് ഓൺ ദി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഷോൺ? തന്നിരിക്കുന്ന പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ടോട്ടൽ ചാർജ് എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ തന്നിരിക്കുന്ന ഫിഗർ കണ്ടിട്ടുണ്ടാവും. നമുക്ക് രണ്ട് പാരലൽ പ്ലേറ്റ് ഉണ്ട് കപ്പാസിറ്ററിന്റെ. സോ അതിന്റെ ഒരു പ്ലേറ്റിൽ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് ഉണ്ട്, അടുത്ത പ്ലേറ്റിൽ മൈനസ് ക്യൂ എന്നുള്ള ചാർജും ഉണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ ടോട്ടൽ ചാർജ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസ് 2Q, Q സ്ക്വയർ ആണ്. ഓക്കെ, ഓപ്ഷൻ സി 0 ആൻഡ് എന്താണ് മൈനസ് ക്യൂ സ്ക്വയർ. ഓക്കെ, ബിയും ഡിയും ക്യൂ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ ചാർജ്. ഓക്കെ, സോ ഓപ്ഷൻ സി 0 എന്നുള്ളതാണ് ആൻസർ. എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ വരിക? സോ നമുക്ക് എന്താണ് ഒരു കപ്പാസിറ്ററിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റ്സിലെയും കൂടെ ചാർജിന്റെ സം ആണ് വരുന്നത്.
ഓക്കെ, ഇവിടെ എന്താണ് തന്നിരിക്കുന്ന ഒരു പ്ലേറ്റിന്റെ ചാർജ് പ്ലസ് ക്യൂവും കറസ്പോണ്ടിങ് അടുത്ത ചാർജ് പ്ലേറ്റിന്റെ ചാർജ് മൈനസ് ക്യൂ ആണ്. അതിന്റെ സം എടുക്കുമ്പോ എന്തായി പോകും? പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ. ഓക്കെ, ക്യൂ മൈനസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ട് വരും. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ സി 0 എന്നുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രൂ പവർ ഇൻ എ കപ്പാസിറ്റർ ഈസ് 0. ഓക്കെ, അപ്പം ഒരു കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ട്രൂ പവർ എന്ന് പറയുന്നത് 0 ആണ് എന്നാണ് പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ട്രൂ പവർ 0 ആവാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിലും പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിലും എന്താണ് അതിന്റെ ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആണ് എപ്പോഴും. അതിന്റെ കാരണം കറണ്ടും വോൾട്ടേജും തമ്മിൽ ഉള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഓക്കെ, സോ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ പവറിന്റെ ഇക്വേഷൻ VI ആണെന്ന് നമ്മൾ നോർമലി പഠിച്ചു. ഫേസ് ഡിഫറൻസ് വരുവാണെങ്കിൽ കോസ് ഫൈ എന്നുള്ളത് ഈ പറയുന്ന കോസ് ആംഗിൾ എന്നുള്ളതും കൂടി വരും. ഓക്കെ, VI കോസ് ഫൈ എന്നുള്ളതാണ് പവറിന്റെ ഇക്വേഷൻ വരിക. ഓക്കെ, സോ 90 ഡിഗ്രി വരുമ്പോഴത്തേക്കും എന്താണ് ഇതിന്റെ ആൻസർ 0 എന്നുള്ളതാണ് വരുന്നത്. സോ പവർ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും ആവറേജ് പവർ എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയത് കാരണമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കപ്പാസിറ്റർ ഹാസ് എ വോൾട്ടേജ് ഡിഫറൻസ് ഓഫ് 10 വോൾട്ട് അക്രോസ് ദ പ്ലേറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സ് തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് 10 വോൾട്ട് ആണ്. ഇറ്റ് ഹാസ് സ്റ്റോർഡ് ചാർജസ് ഓഫ് 1000 മൈക്രോ കൂളംസ്. അപ്പം കപ്പാസിറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 1000 മൈക്രോ കൂളംസ് ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് വാല്യൂ? കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സുകൾ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് തന്നിട്ടുണ്ട്, കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജ് തന്നിട്ടുണ്ട്, ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ്. സോ ഇത് മൂന്നും വരുന്ന റിലേഷൻഷിപ്പ് ഉള്ള ഏത് ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? C ഈക്വൽ ടു Q/V. മറന്നുപോയോ എല്ലാരും? ഓക്കെ, C ഈക്വൽ ടു Q/V എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, C എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റൻസ്, Q എന്ന് പറയുന്നത് ചാർജ്, V എന്ന് പറയുന്നത് പ്ലേറ്റ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താണ്? 100 മൈക്രോ ഫാരഡ്, 10 പൈക്കോ ഫാരഡ്, 0.01 മൈക്രോ ഫാരഡ് ആൻഡ് 100 പൈക്കോ ഫാരഡ്. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ 100 മൈക്രോ ഫാരഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ എങ്ങനെ കിട്ടും? Q എന്ന് പറയുന്നത് എന്താണ്? 1000 മൈക്രോ കൂളംസ്. ഓക്കെ, സോ 1000 ഇൻറ്റു മൈക്രോ കൂളംസ് ആവുമ്പോൾ ഇൻറ്റു 10⁻⁻6 വരും. ഓക്കെ, 1000 ഇൻറ്റു 10⁻⁻6 ആണ് Q വരുന്നത്. ഓക്കെ, ദെൻ എന്താണ് തന്നിരിക്കുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അപ്പം എന്താണ്? Q/V ആവുമ്പോൾ 1000 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, സോ എന്ത് ആൻസർ വരും? 100, 1000ലെ ഒരു സീറോയും 10ന്റെ ഒരു സീറോയും കട്ട് ചെയ്ത് പോകും. സോ 100 ഇൻറ്റു 10⁻⁻6 എന്ന് വരും. സോ 100 ഇൻറ്റു 10⁻⁻6നെയാണ് നമ്മൾ എന്താക്കിയത്? 100 മൈക്രോ ഫാരഡ് ആക്കിയത്. ഓക്കെ, 10⁻⁻6 കാണിക്കുന്നത് മൈക്രോ ആണ്. സോ എന്ത് കിട്ടും വാല്യൂ? കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്താണ്? 100 മൈക്രോ ഫാരഡ് എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്ലേറ്റ്സ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് റൈറ്റ് ആംഗിൾ ഇൻ ഷേപ്പ്. ഓക്കെ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ഷേപ്പിലാണ്. ഓക്കെ, അപ്പം 2 സൈഡ്സ് ഓഫ് ദം ആർ 2 സെന്റിമീറ്റർ ഇൻ സൈസ്. ഓക്കെ, ഓക്കെ, റൈറ്റ് ആംഗിൾ ഷേപ്പിൽ ഇരിക്കുന്ന ആ പാരലൽ പ്ലേറ്റ്സിന്റെ എന്താണ്? 2 സൈഡും 2 സെന്റിമീറ്റർ ഇൻ സൈസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 2 പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 0.1 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ കപ്പാസിറ്റൻസ് വാല്യൂ ഇഫ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ ഡൈഇലക്ട്രിക് ഈസ് 10⁻⁻11. ഓക്കെ, അപ്പം പെർമിറ്റിവിറ്റി ഡൈഇലക്ട്രിക്കിന്റെ പെർമിറ്റിവിറ്റി 10⁻11 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ രണ്ട് പാരലൽ പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.1 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ എന്താണ്, അതേപോലെ പറയുന്ന പാരലൽ പ്ലേറ്റ്സിന്റെ ഷേപ്പ് റൈറ്റ് ആംഗിൾ ഷേപ്പിലാണെങ്കിൽ അതിന്റെ രണ്ട് സൈഡ്സ് 2 സെന്റിമീറ്റർ വീതമാണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 1 × 10⁻14 ഫാരഡ്, 2 × 10⁻12 ഫാരഡ്, 2 × 10⁻14 ഫാരഡ്, 1 × 10⁻12 ഫാരഡ്. ഇതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ, നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 2 × 10⁻12 ഫാരഡ് ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ കപ്പാസിറ്റൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെന്റ്, നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇക്വേഷൻസ് ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പെർമിറ്റിവിറ്റി തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്, സൈഡ്സും അതുപോലെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസും ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് C = εA/d എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സി എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ആണ്, എപ്സിലോൺ എന്താണ്, പെർമിറ്റിവിറ്റി ആണ് മീഡിയത്തിന്റെ, ഇവിടെ ഡൈഇലക്ട്രിക്കിന്റെ പെർമിറ്റിവിറ്റി ആണ്, ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, എന്ത്, അതേപോലെ ട്രയാങ്കിളിന്റെ സൈഡ്സ് 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 0.02 മീറ്റർ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോ എന്താണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 1/2 × എന്ത് 0.02 × 0.02 എന്നുള്ളത് കിട്ടും സർഫസ് ഏരിയ. ഓക്കെ, രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ടല്ലോ. സോ 2 × 10⁻⁻4 എന്നുള്ളതാണ് സർഫസ് ഏരിയ കിട്ടുന്നത്. ഓക്കെ, ഇനി എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, 10⁻11 ഫാരഡ് പെർ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്താണ്, 0.001 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സി എന്താണ്, ഏരിയ കിട്ടി ഇല്ലേ, എ എന്ന് പറയുന്നത് കിട്ടി, എന്ത് 2 × 10⁻⁻4 എന്നുള്ളത്. സോ എപ്സിലോൺ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ഡിയും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 × 10⁻12 ഫാരഡ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഓ യെസ്, ഈ സർഫസ് ഏരിയ ഏത് ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അതൊന്ന് പറയാമോ? ഈ പറയുന്ന പോലെ എന്താണ് തന്നിരിക്കുന്നത്, ട്രയാങ്കിൾ ആണ് തന്നിട്ടുണ്ട് ഇല്ലേ. യെസ് യെസ്, ഓക്കെ ഓക്കെ. അപ്പോ അതിന്റെ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ മിസ്, ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ ഇക്വാലൻസ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫിഗർ അനലൈസ് ചെയ്യുമ്പോൾ 3 കപ്പാസിറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 3ഉം കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, പാരലൽ ആയിട്ടാണ്. ഓക്കെ, സോ പാരലൽ ആയിട്ട് സെയിം കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ വരുന്നത്, 9 പൈക്കോഫാരഡ്. ഓക്കെ, 1 എങ്ങനെ കിട്ടി, റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചു, സോറി. ഓക്കെ, റെസിസ്റ്റേഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് കപ്പാസിറ്റൻസിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, റെസിസ്റ്റർ ആയിരുന്നെങ്കിൽ എന്താണ് 1/R1 + 1/R2 + 1/R3 എന്നുള്ളതാണ് പാരലായിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ അല്ലേ. സോ ഇതിനകത്ത് എന്താണ്, കപ്പാസിറ്ററിന്റെ കേസിൽ പാരലായിട്ടാണ് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, 3 പൈക്കോഫാരഡ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് 9 പൈക്കോഫാരഡ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്, ഫൈൻഡ് ഔട്ട് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്ര വരും, യെസ്, എങ്ങനെയാണ് 1/C1 + 1/C2 + 1/C3 അല്ലേ. അപ്പം ഡിനോമിനേറ്റർ എല്ലാത്തിനും എന്താണ് 3 ആണ് അല്ലേ. 1/3 + 1/3 + 1/3 എന്ത് വരും, 3/3 എന്നുള്ളത് കിട്ടും. സോ എന്താണ് 1 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ?
ഓക്കെ. ദെൻ യെസ് മിസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ക്യാൻ ബി ഡിക്രീസ്ഡ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. സോ അതിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് ഡിക്രീസ് ചെയ്യണം. എങ്ങനെ ഡിക്രീസ് ചെയ്യും? ഓക്കെ. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ഇൻക്രീസിംഗ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഇഫ് ദ ചാർജ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് ഇൻക്രീസ്ഡ്, ഡിക്രീസിംഗ് ദ ഗ്യാപ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്, അതുപോലെ തന്നെ എന്താണ്, ചാർജ് ഓഫ് ദ കപ്പാസിറ്റർ ഡിക്രീസ് ചെയ്താൽ. ഓക്കെ, ഇങ്ങനെ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേറ്റ്സിന്റെ ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കപ്പാസിറ്ററിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ദെൻ തേർഡ് വൺ പ്ലേറ്റ്സിന്റെ ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളത്. ഫോർത്ത് വൺ എന്താണ്? കപ്പാസിറ്ററിന്റെ ചാർജ് കുറയ്ക്കുക എന്നുള്ളത്. ഓക്കെ, 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇൻക്രീസിംഗ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. ഡയറക്റ്റ് ഞാൻ ആൻസർ തന്നിട്ടുണ്ട്. സോ ഇതെങ്ങനെ വന്നു? ഇൻക്രീസിംഗ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ് ആൻസർ വരുന്നത്. എങ്ങനെ വന്നു? കപ്പാസിറ്റൻസിന്റെ എ ബൈ ഡി കൂടുമ്പം കപ്പാസിറ്റൻസ് യെസ് യെസ് കുറയും. ഓക്കെ. അപ്പോ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റൻസും ഈ പറയുന്ന പോലെ എന്താണ്, ഗ്യാപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? എപ്സിലോൺ എ ബൈ ഡി. ഓക്കെ, സോ ഡി എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്. ഡി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്തൂടെ? സോ അതുകൊണ്ടാണ് ഇൻക്രീസിംഗ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്നുള്ളത് കറക്റ്റ് ആൻസർ ആവുന്നത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് മെറ്റീരിയൽ ഹാസ് ദ ഹൈയസ്റ്റ് ഡൈഇലക്ട്രിക് വാല്യൂ ഇൻ ദ ബിലോ ഓപ്ഷൻസ്? ഓക്കെ, ഹൈയസ്റ്റ് ഡൈഇലക്ട്രിക് വാല്യൂ ഉള്ള മെറ്റീരിയൽ ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് മൈക്ക, എയർ, പേപ്പർ ആൻഡ് വുഡ് ആണ്. സോ ഇതിനകത്ത് ഹൈയസ്റ്റ് ഡൈഇലക്ട്രിക് വാല്യൂ എന്ന് പറയുന്നത് മൈക്കയ്ക്കാണ്. സോ അതൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഡൈഇലക്ട്രിക് വാല്യൂ കൂടുതലായിട്ടുള്ളത് മൈക്ക എന്നുള്ള മെറ്റീരിയലിനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ടൈപ്പ് ഓഫ് സെറാമിക് കപ്പാസിറ്റർ പ്രൊവൈഡ്സ് ഹയർ സ്റ്റെബിലിറ്റി? സെറാമിക് കപ്പാസിറ്ററിൽ ഏത് ഹയർ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് സെറാമിക് കപ്പാസിറ്റർ എന്നാണ് ചോദ്യം. ഓക്കെ, സോ സെറാമിക് കപ്പാസിറ്റേഴ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു? ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്ന് 4 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? അതിനകത്ത് നമ്മൾ എല്ലാ ടൈപ്സും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഹൈ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ് 1 ടൈപ്പ് ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു സെറാമിക് കപ്പാസിറ്റേഴ്സും അതിന്റെ ടൈപ്സും എല്ലാം. സോ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഡൈഇലക്ട്രിക് ഈസ് യൂസ്ഡ് ഫോർ ടാൻടാലം മെറ്റൽ? ടാൻടാലം മെറ്റലിന് ഡൈഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാൻടാലം പെന്റോക്സൈഡ് ആണ് നമ്മൾ ഡൈഇലക്ട്രിക് ആയിട്ട് ടാൻടാലം കപ്പാസിറ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാം ടാൻടാലത്തിന്റെ തന്നെ കോമ്പിനേഷൻസ് ആണ് തന്നിരിക്കുന്നത് ഓപ്ഷൻസിൽ. സോ നമ്മൾ ടാൻടാലം കപ്പാസിറ്ററിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാൻടാലം പെന്റോക്സൈഡ് ആണ് ഡൈഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതും ഓർത്തിരിക്കണേ. ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ഓപ്ഷനും ഓർത്തിരിക്കണം. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: which of the following is the symbol for a bipolar dielectric capacitor? ബൈപോളാർ ഡൈഇലക്ട്രിക് കപ്പാസിറ്ററിന്റെ സിമ്പൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബൈപോളാർ മീൻസ് എന്താണ്? നോർമലി പോസിറ്റീവും നെഗറ്റീവും വരുന്ന കപ്പാസിറ്റർ ആണ് ബൈപോളാർ എന്ന് പറയുന്നത് അല്ലേ? സോ ഇതിനകത്ത് 4th ഓപ്ഷൻ ആണ് കറക്റ്റ് വൺ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ കപ്പാസിറ്ററിന്റെ സിമ്പലിനകത്ത് നിന്ന് ഏത് കപ്പാസിറ്റർ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ കപ്പാസിറ്ററിന്റെ സിമ്പൽസ് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. 4th ഓപ്ഷൻ ആണ് ബൈപോളാർ ഡൈഇലക്ട്രിക് കപ്പാസിറ്ററിന്റെ സിമ്പല്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ:
when the voltage across a capacitor is tripled, the stored charge. ഒരു കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ ട്രിപ്പിൾ ചെയ്യുവാണ്. ഓക്കെ, 3 times ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജിൽ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, എന്താണ് ഓപ്ഷൻ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ട്രിപ്പിൾസ്, ഈസ് കട്ട് ടു 1/3, 1/3 ആയിട്ട് കുറയും, സ്റ്റേസ് ദ സെയിം ആയിട്ട് തന്നെ ചാർജിന് ഒരു ചേഞ്ചസും ഉണ്ടാവില്ല, ദെൻ ഡബിൾസ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം ഒരു കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് Q ഈക്വൽ ടു C ഇൻറ്റു V ആണ്, കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ്. ഓക്കെ, സോ അതിനകത്ത് വോൾട്ടേജ് ട്രിപ്പിൾ ചെയ്യുവാണ്, അപ്പം C ഇൻറ്റു 3V ആയി ഇല്ലേ? സോ Q കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിട്ട് കൂടും? V 2 times. ആയി കഴിഞ്ഞാല് Q 3 times, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? സോ എന്താണ് 3 times ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഓപ്ഷൻ എ ട്രിപ്പിൾസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം കപ്പാസിറ്ററിന്റെ പോർഷൻസ് ക്ലിയർ ആണോ? യെസ് മാം. ഇത്രയാണ് കപ്പാസിറ്ററിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. സോ അടുത്തത് നമ്മൾ 2 കമ്പോണൻസ് ആണ്. പാസീവ് കമ്പോണൻസിൽ റെസിസ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, കപ്പാസിറ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇൻഡക്ടേഴ്സ്. ഓക്കെ, ഓക്കെ മിസ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? പാസീവ് കമ്പോണൻസിൽ തന്നെ ഇൻഡക്ടേഴ്സ് എന്താണ്, ഇൻഡക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഇൻഡക്ടേഴ്സിന്റെ എന്താണ് ഫീച്ചേഴ്സും കാര്യങ്ങളും എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ എന്താണ് ഇൻഡക്ടർ? ഓക്കെ, ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു പാസീവ് 2 ടെർമിനൽ കമ്പോണന്റ് ആണ്. അപ്പം ഇൻഡക്ടറിന് എന്താണ് 2 ലീഡ്സ് ആണ് വരിക. ഓക്കെ, നമ്മളൊരു കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ, ഇൻഡക്ടർ എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് നമ്മുടെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ 2 ടെർമിനൽ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ പാസീവ് ആണ്, 2 ടെർമിനൽ കമ്പോണന്റും ആണ്. ഓക്കെ, അപ്പൊ ഇൻഡക്ടർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻഡക്ടറിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. ടെമ്പററിലി സ്റ്റോർ എനർജി ഇൻ ദ ഫോം ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എനർജി സ്റ്റോർ ചെയ്യുന്നത് എന്ത് ഫോമിലാണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോമിലാണ്. സോ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോമിലുള്ള എനർജി ടെമ്പററി ആയിട്ട് ഇൻഡക്ടർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എപ്പോ? വെൻ ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. സോ ഒരു ഇൻഡക്ടറിൽ കൂടി ഒരു ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുവാണ്. സോ അങ്ങനെ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ടെമ്പററി ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോമിൽ ഇത് എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഇൻഡക്ടർ ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടറിന് ഒരു ഫീച്ചർ ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചേഞ്ച് ഇൻ കറണ്ടിനെയാണ് ഓപ്പോസ് ചെയ്യുന്നത്. സോ പലയിടത്തും ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, നമ്മള് റെസിസ്റ്റേഴ്സ് എന്തായിരുന്നു ചെയ്യുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്ലോ ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു റെസിസ്റ്ററിന്റെ പ്രോപ്പർട്ടി. സോ നമുക്ക് കൺഫ്യൂസിങ് ആയി പോകും. നമുക്ക് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യനിൽ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന കമ്പോണന്റ് ഏതാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓപ്ഷനിൽ റെസിസ്റ്റർ ഉണ്ടെങ്കിൽ റെസിസ്റ്റർ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ റെസിസ്റ്റർ എന്താ ചെയ്യുന്നേ? ഫ്ലോ ഓഫ് കറണ്ടിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഇൻഡക്ടർ ചെയ്യുന്നത് ചേഞ്ച് ഇൻ കറണ്ടിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇൻഡക്ടറിന് കോയിൽ ലൈക്ക് സ്ട്രക്ചർ ആണുള്ളത്. ഓക്കെ, കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വയർ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കോയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ. സോ അതാണ് ഇൻഡക്ടറിന്റെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോയിൽ ലൈക്ക് സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ എന്താണ്? ദിസ് കോയിൽ ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ.
ഓക്കെ, ഈ കോയിൽ എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് വയർ ആണ്. ഓക്കെ, ആ ഇൻസുലേറ്റഡ് വയർ എന്തിനു ചുറ്റും ഒരു സെൻട്രൽ കോർ ഉണ്ടാവും. ആ ഒരു സെൻട്രൽ കോറിന് ചുറ്റുമാണ് എന്ത് ചെയ്യുന്നത്, കോയിൽ റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു ഇൻഡക്ടറിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും? ഒരു സെൻട്രൽ കോർ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. നമ്മൾ എപ്പോഴും നോക്കുവാണെങ്കിൽ ഒരു വയർ അല്ലെങ്കിൽ ഒരു കോയിൽ നമുക്ക് ചുറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മിഡിൽ ഒരു സാധനം വേണമല്ലോ. സോ അതാണ് സെൻട്രൽ കോർ എന്ന് പറഞ്ഞാൽ. ആ സെൻട്രൽ കോറിനെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഈ പറയുന്ന ഇൻസുലേറ്റഡ് വയർ കവർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇൻഡക്ടറിന്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഇനി എന്താണ്, ഇറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് വെൻ ആൻ ഇലക്ട്രിക് കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ദം. നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുമ്പോഴാണ് എന്ത് ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത്. സോ അതേപോലെ തന്നെ ഒരു ഇൻഡക്ടറിൽ കൂടി, അതായത് ഒരു കോയിലിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ, ഇൻഡക്ടർ എന്ന് പറയുന്ന കോയിലാണ്. ഓക്കെ, അപ്പൊ ഒരു കോയിലിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ഇൻഡക്ടർ അല്ലെങ്കിൽ കോയിൽസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഈ പറയുന്ന കോയിലിൽ കൂടി അല്ലെങ്കിൽ ഇൻഡക്ടറിൽ കൂടി ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ പറയുന്ന പോലെ എന്താണ് നമ്മള് ഇൻഡക്ടറിനെ നമ്മൾ കോമൺ ആയിട്ട് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി യൂസ്ഡ് ടു റെഡ്യൂസ് ഓർ കൺട്രോൾ ഇലക്ട്രിക്കൽ സ്പൈക്സ്. റെഡ്യൂസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എന്തിനെ, ഇലക്ട്രിക്കൽ സ്പൈക്സിനെ. ഓക്കെ, അപ്പൊ ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ സ്പൈക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസിനെയാണ് ഇലക്ട്രിക്കൽ സ്പൈക്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ സ്പൈക്സിനെ റെഡ്യൂസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു ഫങ്ഷണാലിറ്റി ഇൻഡക്ടർ ചെയ്യുന്നത്? ബൈ ടെമ്പററിലി സ്റ്റോറിംഗ് എനർജി ആൻഡ് ദെൻ റിലീസിംഗ് ഇറ്റ് ബാക്ക് ഇൻ ടു ദ സർക്യൂട്ട് ത്രൂ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ടെമ്പററി ആയിട്ട് എനർജി സ്റ്റോർ ചെയ്ത് വെക്കും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, അത് സർക്യൂട്ട്സിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ സ്പൈക്സിനെ റെഡ്യൂസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഇൻഡക്ടർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻഡക്ടറിനെ തന്നെയാണ് നമ്മൾ കോയിൽ എന്നും ചോക്സ് എന്നും അല്ലെങ്കിൽ റിയാക്ടർ എന്നും ഒക്കെ വിളിക്കുന്നത്. സോ ഇൻഡക്ടറിന്റെ മറ്റ് നൈംസ് ആണിത്. കോയിൽസ് എന്നും ചോക്സ് എന്നും റിയാക്ടർ എന്നൊക്കെ പറഞ്ഞാലും എന്താണ്, ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ആൻ ഇൻഡക്ടർ ബ്ലോക്സ് എനി എ സി കമ്പോണന്റ് പ്രസന്റ് ഇൻ എ ഡി സി സിഗ്നൽ. ഒരു ഡി സി സിഗ്നലിലുള്ള, ഓക്കെ, ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന ഒരു സിഗ്നൽ ആണ്. സോ അതിനകത്തുള്ള എ സി കമ്പോണൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് പുതുതായിട്ട് ഒരു വേർഡ് വന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ, ഒരു കോയിലിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റ് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇല്ലേ? സോ ആ മാഗ്നറ്റിന്റെ ഒരു എഫക്റ്റ് നിൽക്കുന്ന സ്പേസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസിൽ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഒരു ഇരുമ്പ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യോ? ഇല്ല. നിയറസ്റ്റ് പ്ലേസിൽ ആ മാഗ്നറ്റിന് എത്ര സ്പേസിലാണോ അതിനെ അട്രാക്ട് ചെയ്യാൻ എബിലിറ്റി ഉള്ളത് അവിടെ കൊണ്ടുവച്ചാലല്ലേ അട്രാക്ട് ചെയ്യത്തുള്ളൂ. സോ അതേപോലെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിന്റെ ഒരു മാഗ്നറ്റിസം പ്രോപ്പർട്ടി ഒബ്സർവ് ചെയ്യുന്ന അത്രയും സ്പേസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഈ പറയുന്ന പോലെ ഇൻഡക്ടർ നമ്മൾ റാപ്പ് ചെയ്യുന്നത് ഒരു കോറിന് ചുറ്റുമായിരിക്കും. സോ അങ്ങനെ ഒരു കോറിന് എക്സാമ്പിൾ ആണ് എന്ത്, ഫെറൈറ്റ് കോർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ ഡിഫറെന്റ് കോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കോഴ്സിനനുസരിച്ച് ഇൻഡക്ടറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫെറൈറ്റ് എന്ന് പറയുന്ന കോറിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡക്ടറിനെ റാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ കോർ ആണ്. നമ്മൾ ഒരു കോർ യൂസ് ചെയ്തു. സോ ആ കോറിന് ചുറ്റും എന്ത് ഈ പറയുന്ന ഇൻഡക്റ്റീവ് വയർ അല്ലെങ്കിൽ കോയിൽ നമ്മൾ റാപ്പ് ചെയ്തെടുത്തു. ഓക്കെ, സോ ലാസ്റ്റ് ഫിഗർ കാണിക്കുന്ന എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോർ ഉള്ള ഡിഫറെന്റ് ഇൻഡക്ടേഴ്സിനെയാണ് ലാസ്റ്റ് ഫിഗർ കാണിക്കുന്നത്. ഓക്കെ, സോ എന്താണ്, ഇൻഡക്ടറിന്റെ ഡിഫറെന്റ് പാർട്സ് ആണ് ഇവിടെ ലേബൽ ചെയ്തിരിക്കുന്നത്. നടുക്കിരിക്കുന്നത് എന്താണ്, ഒരു കോർ മെറ്റീരിയൽ ആണ്. ആ കുഴല് പോലെ ഇരിക്കുന്നതാണ് എന്ത്, ഇൻഡക്ടറിന്റെ കോർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാല്. സോ
അതിന്റെ സ്റ്റാർട്ടിങ്ങും അതില് വൂണ്ട് ചെയ്തേക്കുന്ന കോയില് കണ്ടോ, ആ കോയിലിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വെച്ചിട്ടാണ് ലെങ്ത് ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഈ പറയുന്ന കോർ മെറ്റീരിയലിന് ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടാവും. അതുപോലെ നമ്മള് ഒരു കോറിനകത്ത് റാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ആ കോറിനകത്ത് എത്രത്തോളം റാപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഈ കോയിലിന്റെ എന്താണ് നമ്മളൊരു ഇന്നർ കോർ മെറ്റീരിയൽ എടുത്തു. ആ ഇന്നർ കോർ മെറ്റീരിയലിന് ഒരു സ്പെസിഫൈഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടാവും. ഓക്കെ, സോ ഈ പറയുന്ന കോർ മെറ്റീരിയലിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, പർട്ടിക്കുലർ ലെങ്തിലുള്ള കോയിൽ റാപ്പ് ചെയ്തെടുത്തു. ഓക്കെ, സോ ആ കോയിലിന് സ്റ്റാർട്ടിങ് എൻഡും ഉണ്ട്, എന്താണ് അതുപോലെ എൻഡ് ചെയ്യുന്ന ഒരു പോർഷനും ഉണ്ട്. സോ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, ഈ പറയുന്ന രണ്ട് ലീഡ്സിലാണ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ എത്ര തവണ നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണിത്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോലെ സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വരയ്ക്കുന്ന സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന ഇൻഡക്ടറിന്റെ സിമ്പിൾ ആണിത്. ഓക്കെ, ഡിഫറെന്റ് കോറിനനുസരിച്ച് ഡിഫറെന്റ് സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോറ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ പറയുന്ന ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് സിമ്പിൾസിലും ചേഞ്ചസ് ഉള്ളത്. ഓക്കെ, ഈ പറയുന്ന പോലെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എയർ കോർ ഇൻഡക്ടർ ആണ്. എയർ ആണ് നമ്മൾ കോറായിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ സിമ്പിൾ ആണ്. ദെൻ അയൺ ആണ് നമ്മൾ കോറായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ട് പാരലൽ ലൈനും കൂടി നമ്മൾ എന്താണ് ഇതിന്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫെറൈറ്റ് കോർ ആണെങ്കിൽ രണ്ട് പാരലൽ ലൈൻ ഈ പറയുന്നത് പോലെ ഡോട്ടഡ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. വേരിയബിൾ കോർ ഇൻഡക്ടർ ആണെങ്കിൽ നമ്മുടെ എയർ കോർ ഇൻഡക്ടറിനെ തന്നെ ഒരു ആരോ കൂടി ക്രോസ് ആയിട്ട് കൊടുത്തിട്ട് വേരിയബിൾ കോർ ഇൻഡക്ടർ ആണെന്നുള്ളത് റെപ്രസെന്റ് ചെയ്യും. സോ ഇത്രയുമാണ് ഇൻഡക്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഓക്കെ, എന്താണ് ഇൻഡക്ടർ എന്നുള്ളതും അതെങ്ങനെ ഇരിക്കുന്നു, അതിന്റെ സ്ട്രക്ചർ എന്താന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻഡക്ടറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത്, ദെൻ എന്താണ് ഈ പറയുന്ന അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഈ വേരിയസ് പാർട്സിന്റെ ലേബൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഇത്രയുമാണ് നമ്മൾ ഇൻഡക്ടറിനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്.